അപ്പോൾ നമസ്കാരം. രാവിലെ തന്നെ വണ്ടിയുടെ ബാറ്ററി ഡൗൺ ആയി. അപ്പോൾ അതിനെപ്പറ്റി അന്വേഷിച്ചപ്പം 40 കിലോമീറ്റർ 2 വർഷം, അതാണ് വാറണ്ടി. എൻ്റെ 50 കിലോമീറ്റർ കഴിഞ്ഞുകൊണ്ട് എനിക്കത് വാറണ്ടി മാറാൻ പറ്റൂല. അപ്പം നേരെ തന്നെ ആശാനെ വിളിച്ചു. ആശാൻ്റെ അടുത്തേക്ക് പോയി ബാറ്ററി വേൾഡ് പലരും എടുത്തിട്ടോ. അവിടെ ചെന്ന് നമ്മുടെ പഴയ ബാറ്ററിയും കൊടുത്ത് പുതിയ ബാറ്ററി വെച്ചു. 2700 രൂപയായി. അതും ചെയ്ത് നേരെ അപ്പം നമ്മളെ വണ്ടിയുടെ ബാറ്ററി പുതിയത് വെച്ചിട്ടാണ്. SF-ന്റെ ബാറ്ററിയാണ് വെച്ചത്. പഴയ ബാറ്ററി അവരെടുത്തു. എന്നിട്ട് ഈ പറഞ്ഞ മാതിരി 2700 രൂപ പേ ചെയ്തു. ഡിസ്കൗണ്ട് കഴിച്ചിട്ട് 2700 പേ ചെയ്തു കേട്ടോ. അങ്ങനെ പുതിയ ബാറ്ററി വെച്ചു. നമ്മളിപ്പോൾ അടുത്ത ട്രിപ്പ് കിട്ടിയിട്ടുണ്ട് പൂർവ്വത്തേക്ക്. ജയ്ഹിന്ദ് ചാനലിലെ ട്രിപ്പാണ്. അവരുടെ വണ്ടി കംപ്ലൈൻ്റ് ആയതുകൊണ്ട് അമ്മ വഴി കിട്ടിയ ട്രിപ്പാണ്. എടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇനി നമുക്ക് ചില ഇങ്ങനെയുള്ളൊരു നെഗറ്റീവ് കിട്ടുന്നത് നല്ലതിനായിരിക്കാമെന്ന് മാത്രം ചിന്തിക്കാം, അല്ലേ? നമുക്കിങ്ങനെ എന്തെങ്കിലും ഒരു തട്ടുകേട്, എന്തെങ്കിലും രാവിലെ കഷ്ടപ്പാട്, ഒരു താഴ്ചയ്ക്ക് ഒരു കയറ്റം എന്ന് പറഞ്ഞ പോലെ രാവിലെ ഞാൻ കുറച്ച് അസ്വസ്ഥനായി. കാരണം കഴിഞ്ഞ ഈ ആഴ്ചയിൽ സർവീസ് ആയിരുന്നു, അത് നല്ല എമൗണ്ട് ആയി. അലൈൻമെന്റ്, ബാലൻസിങ്, അത് വേറെ. അതെല്ലാം കഴിഞ്ഞിട്ട് എന്താ പറയുക, ഇനിയിപ്പോൾ EMI വരാൻ പോകുന്നു, അടവ് വരാൻ പോകുന്നു. അപ്പോൾ നമ്മളാകെ ഒരു അസ്വസ്ഥനായിരുന്നു. അപ്പം രാവിലെ എഴുന്നേറ്റ് അതിൻ്റെ ടയർ പഞ്ചറായി കഴിഞ്ഞ ദിവസം രാവിലെ തന്നെ. പിന്നെ ഇന്നിപ്പോൾ രാവിലെ എണീറ്റ് നോക്കുമ്പോൾ സ്റ്റാർട്ടാവുന്നില്ല. അപ്പോൾ എല്ലാം കൂടി ആയപ്പോൾ ഞാൻ വളരെ ഫൈനലി ഞാൻ ഹാപ്പിയാണ്. എല്ലാ പ്രോബ്ലംസും സോൾവ് ആക്കി. താങ്ക് ഗോഡ്, ദൈവത്തിന് നന്ദി പറയുന്നു. ഇനിയിപ്പം നമ്മൾ അങ്ങോട്ട് നല്ല സ്മാർട്ടായിട്ട് ഓടണം കേട്ടോ. സ്മാർട്ടായിട്ട് ഓടാൻ ഞാൻ തയ്യാറാണെങ്കിലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അങ്ങനെ നമ്മൾ രാമമംഗലത്ത് എത്തിയിരിക്കുകയാണ്, പിറവത്താട്ടോ. ആക്ച്വലി ഇത് ഇന്നലെ ബാംഗ്ലൂർക്ക് ടൂറ് പോയിരുന്നതാണ്. അവിടെ വെച്ച് ഉണ്ടായൊരു ഇൻസിഡൻ്റാണ്. മതിലിടിഞ്ഞ് വീണ് 7ഓളം പേര് മരിച്ചത് 2 മലയാളീസാണ്. അപ്പം അവരുടെ ബോഡി ഇപ്പോൾ അവിടെ എത്തിച്ചിരിക്കുകയാണ്. നമ്മളൊന്ന് ജയ്ഹിന്ദ് ചാനലിൻ്റെ ഭാഗമായിട്ട് അവിടെ വന്നതുകൊണ്ട് ഇതൊക്കെ കറക്റ്റായിട്ട് എന്താ പറയുക ഒന്ന് നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റി. വളരെ സങ്കടകരമായ ഒരു സിറ്റുവേഷനായിരുന്നു കേട്ടോ. കാരണം എത്ര സന്തോഷത്തോടെ അല്ലേ ഓരോരുത്തരും ഓരോ യാത്രകളൊക്കെ പോകുന്നത്. അവസാനം വിധി ഇങ്ങനെ എത്തിക്കുകയാണ്. എന്തായാലും ആ 2 ചേച്ചിമാർക്ക് ആദരാഞ്ജലികൾ. അങ്ങനെ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം കേട്ടോ. താങ്ക് യു.